ഇത് ശൈഖുന കാന്തപുരം. കാഞ്ചനതാരം കാലത്തിന്റെ കൗതുകസാരം കാവലാളാണേ കാരുണ്യമാണേ കാവലാളാണേ കാരുണ്യമാണേ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ റഹ്മാനു യാ ഫർദാനു യാ സുബ്ഹാനല്ലാഹ്. കാലുഷ്യങ്ങളുടെ കനൽപദങ്ങളിൽ കനകം വിളയിച്ച കാലത്തിന്റെ കാവലാൾ, കനൽക്കട്ടകളിൽ കാൽപതിയുമ്പോഴും പതറാതെ, കരിങ്കൽ ചീളുകൾ ചീറിവരുമ്പോഴും ഇടരാതെ, വിമർശനങ്ങളുടെ വജ്രാസ്ത്രങ്ങളേറ്റപ്പോഴും പിടയാതെ, പരിഹാസശരങ്ങളുടെ കൂരമ്പുകൾ കണ്ടപ്പോഴും ചിതറാതെ, അഗതികളുടെ കണ്ണീർച്ചാലുകളിൽ സാന്ത്വനത്തിന്റെ കൈലേസുമായി, അജ്ഞതയുടെ ഇരുട്ടറകളിൽ അറിവിന്റെ നിറദീപവുമായി, അശാന്തിയുടെ മരുപ്പറമ്പിൽ സൗഹൃദത്തിന്റെ മന്ത്രവുമായി, അരുതായ്മയുടെ വിളഭൂമിയിൽ നന്മയുടെ വിത്തുകളുമായി നടന്നു നീങ്ങുന്ന അചഞ്ചലനായൊരു കർമ്മയോഗി. ഇതാരായിരിക്കും ആ കർമ്മയോഗി? അതെ, ഇത് കാന്തപുരം. ചോരയൊഴുകിയ കണ്ണൂരിന്റെ പടപ്പറമ്പുകളിലൂടെ, തണുത്തുവിറച്ച വയനാടൻ കുന്നുകളിലൂടെ, ചരിത്രമുറങ്ങുന്ന ഏറനാടൻ മലമ്പാതകളിലൂടെ, പാലക്കാടൻ കുഗ്രാമങ്ങളിലൂടെ, തിരകളിൽ ജീവിതം തിരയുന്നവരുടെ തീരദേശങ്ങളിലൂടെ, നഗരക്കാഴ്ചയുടെ പിന്നാമ്പുറങ്ങളിലൂടെ, കീടങ്ങളായി കഴിയുന്ന ചേരി നിവാസികൾക്കിടയിലൂടെ, കേരളത്തിന്റെയും കേരളീയരുടെയും ഹൃദയങ്ങളിലൂടെ, സമരപ്രഖ്യാപനത്തിന്റെ പെരുമ്പറകളില്ലാതെ, വെല്ലുവിളികളുടെ ശബ്ദകോശങ്ങളില്ലാതെ, വിമർശനങ്ങളുടെ കൂരമ്പുകൾ തൊടുക്കാതെ, അതാ ശാന്തഗംഭീരമായൊരു യാത്രയുമായി കേരളത്തിന്റെ മനസ്സകങ്ങളിലൂടെ കടന്നുവരികയാണ് കാന്തപുരം. പതിനായിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ഉസ്താദും, ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് കമറുൽ ഉലമയും, ലക്ഷക്കണക്കിന് അനുയായികൾക്ക് ശൈഖുനയും, അറബ് ലോകത്തിനിടയിൽ ഷെയ്ഖ് അബൂബക്കറും, മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന കാന്തപുരം. അതെ, ആ നാമം കേൾക്കാത്ത കേരളീയരില്ല. രാഷ്ട്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നിറഭേദങ്ങളില്ലാതെ എല്ലാവരും ആവേശത്തോടെ വിളിച്ചു പറയുന്നു കാന്തപുരത്തെക്കുറിച്ച്. ആഗോളതലത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായി ക്ഷണിക്കപ്പെടുന്നത് കാന്തപുരത്തെയാണ്. അറബ് ലോകത്തെ സുൽത്താൻ, UAE ഭരണാധികാരി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ തന്റെ മുശ്രിഫ് രാജകൊട്ടാരത്തിലേക്ക് എല്ലാ വർഷവും ആവേശത്തോടെ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് എന്ന ഷെയ്ഖുന കാന്തപുരത്തെ സ്വീകരിക്കുകയാണ്. ഇപ്രകാരം ജോർദാൻ രാജാവും മൊറോക്കോ രാജാവുമടക്കം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള രാജാക്കന്മാരും പ്രധാനമന്ത്രിമാരും അറബി പ്രമുഖരും വളരെ ആദരവോടെ ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് എന്ന ഷെയ്ഖുന കാന്തപുരത്തെ. ഈയടുത്ത് മൊറോക്കോയിൽ നടന്ന ഇസ്ലാമിക സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഷെയ്ഖുന കാന്തപുരമാണ്. ആ രംഗം നിങ്ങളൊന്ന് കാണൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്ഹാബൽ ഫളീല, അസ്ഹാബസ് സആദ, أيها الحفل الكريم، وإن كان عندي أوراق طويلة في هذا الموضوع، التصوف منهج أصيل لإصلاح الفرد والمجتمع، ولكني تأخرت يومين للحضور في هذا المجلس، ولذلك أقتصر الكلام. وحيث أني أيضا من الهند كرئيس جامعة الثقافة السنية الإسلامية التي يدرس فيها 20,000 طالب وطالبة،
ولا أكرر أحوال الهند لما سمعتم من أخينا قبل قليل. أيها الإخوة، أيها العلماء الكرام، نتعجب في هذا العصر الحديث حيث أننا نسمع من بعض الناس كأنهم ينكرون على التصوف ويحقرون الصوفية والعلماء الذين يقال لهم الصوفي، يقولون هذا صوفي هذا صوفي هذا صوفي، كأنه مبتدئ أو كأنه مشرك أو ضال مضل. والله لا ندري كيف ينكرون هذا الإنكار. إذا كان هناك صوفي في الظاهر وليس بصوفي حقيقي، فكذلك جاء مسيلمة الكذاب نبيا وليس بنبي، هل ننكر نبينا صلى الله عليه وسلم؟ وكذلك يكون في كل شيء أصيل ودخيل، ونحن نأخذ بالأصيل ونترك الدخيل. وكذلك التصوف الذي نتكلم عنه هو العلم النافع الذي دخل فيه الأولياء الكرام. الإمام أبو القاسم الجنيدي سيد الطائفة سئل عن التصوف وقال: تصفية القلب عن الموافقة البرية ومفارقة الأخلاق الطبيعية، وإلى آخر ما قال. وكذلك قال جميع من العلماء الصوفيين أن التصوف الذي نأخذ به أشار إليه صلى الله عليه وسلم في قوله: ما الإحسان أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. فتصفية القلب عن الشرك والبدعة والكبر والسمعة والرياء وغيرها من الأخلاق الذميمة، هذا هو التصوف. وإليه أشار قوله سبحانه وتعالى عندما قال: لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم. انظروا إلى آيات الله سبحانه. خليل الله إبراهيم دعا الله سبحانه وتعالى فقال مقدما لتعليم الحكمة على التزكية: ربنا وابعث فيهم رسولا منهم يتلو عليهم آياته ويعلمهم الكتاب ويزكيهم. والله سبحانه وتعالى قدم في هذه الآية وفي آيات أخرى التزكية، لأن المقصود من إرسال المرسلين والأنبياء الصالحين هو تزكية القلب، تزكية الناس من الكبر والسمعة والرياء وغيرها من الأمراض القلبية. وإليه أشار قوله سبحانه وتعالى في كثير من الأماكن، وإليه أشار النبي صلى الله عليه وسلم بهذه التزكية. أيها العلماء الكرام، أيها الأفاضل، ولذلك ينبغي أن نميز بين الحق والباطل، لا نأخذ الطريقة المخالفة للدين. انظروا إلى قول الشيخ عبد القادر الجيلاني قدس الله سره العزيز في كتابه فتوح الغيب: المقالة الأولى فيما لا بد منه لكل مؤمن امتثال وأمر يمتثله ونهي ينتنب عنه والرضا بقضائه. فإذا قال الشيخ عبد القادر الجيلاني قدس الله سره العزيز: امتثال أوامر الله واجتناب نواهيه من شروط الطريقة. قال الشيخ زين الدين المخدوم المليباري في كتابه: وطريق كل مشائه قد قيدت بكتاب ربي والحديث والسلام. فإذا الطريقة المأخوذة من القرآن والسنة الموافقة لاتباع الشريعة المحمدية هي الطريقة الحقيقة، هي التصوف هو الذي يوصل إلى هذه الطريقة. والذي يدعي واحد من الناس الطريقة والتصوف وهو يخالف الشريعة ويدبز شرب الخمر ويدبز كذا كذا كذا، ليس بالشريعة الإسلامية وليس بتصوف عندنا. ونحن نأخذ بالتصوف الذي قالها
رسول الله صلى الله عليه وسلم أشار إلى. ولكن هذا الاصطلاح التصوف حدث بعد قرن، وكذلك حدث كثير من الأسماء بعد قرون، لكن أصله مأخوذ من القرآن والسنة. الصوفي الحقيقي، لا أقول الصوفي الإسلامي، الصوفي الحقيقي وهو الإسلامي، وهو الذي يمشي على الطريقة المحمدية، وهو يأخذ بأوامر الله واجتناب نواهيه، ومع ذلك ينظف قلبه. كلا بل ران على قلوبهم قلوب الناس بالرين والفحش والقاذورات قد تغيرت وتبدلت، فعلينا أن نغيرها ونطهرها، والله المستعان على ما نصف، والحمد لله رب العالمين. ഈജിപ്തിൽ നടന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായി പങ്കെടുത്തതും അതേ ശൈഖുന കാന്തപുരം തന്നെയാണ്. الموضوعات الموضوعة تحت دور الزكاة والوقف في التنمية في المحور الرابع، وذلك أهمية الزكاة والوقف في الإسلام. اختصر الموضوع. الإسلام جعل المال أهمية كما جعل إذن تعدد، بل الشعب من هذا المال يستفيد الذي وصل إليه لا يقتضي. മലേഷ്യയിൽ നടന്ന ലോക ഇസ്ലാമിക സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടതും ശൈഖുന കാന്തപുരത്തെ മാത്രമാണ്. ولكن إضاءات وتكاملات ومدالات، وهذه قصيصة سيرة مجردة، ولكنها توظيف واستيحاء لما وحظ أنه يتكلم بصيغة المتكلم متحدثا عن تجربة شخصية. أما عند مشكل فإنه أجل في بداية انطلاقتي من بغداد في القرن التاسع، في انطلاقة من بيت الحكمة بغداد. ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ ശൈഖുന കാന്തപുരത്തെ കുറിച്ച് പറയുന്നത് കേൾക്കൂ. ഇത് മക്കയിലെ വിശ്വവിശ്രുത പണ്ഡിതനായിരുന്ന മർഹൂം സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മാലിക്കി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. അല്ലാഹു അക്രമക്കും ബിഹിം അഖൂന ഫില്ലാഹ് വഹുവ المجاهد في سبيل الله. هذا الشيخ الجليل الشيخ أبو بكر ابن أحمد الباقوي، وهو رجل رأينا من جهاده ونشاطه وخدمته للدين ما ذكرنا بعهد الأئمة السابقين من السلف الصالحين رضي الله عنهم أجمعين. ഇതോ ഷെയ്ഖ് അഹ്മദുൽ കബീരി റിഫായി തങ്ങളുടെ പേരമകൻ ഷെയ്ഖ് സബാഹ് റിഫായി. സബാഹ് റിഫായിക്കും പറയാനുള്ളത് കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ്. نعطي لقبا مباركا لشيخنا الشيخ أبا بكر حفظه الله سلطان المشايخ سلطان العلماء، وهو يستحق بذلك لأنه يسير في أرض الله سبحانه وتعالى لتبليغ سنة رسول الله عليه الصلاة والسلام. മക്കയിലെ വിശ്വവിശ്രുത പണ്ഡിതൻ സയ്യിദ് അബ്ബാസ് അലവി അൽ മാലിക്കിയുടെ വാക്കുകളിലൂടെ കാന്തപുരത്തെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ونهنئ أيضا الإمام الكبير والداعية الشيخ أبو بكر، والذي نطلق عليه الآن بأنه يكون قمر العلماء. الشيخ أبو بكر قمر العلماء، فنشكر الله الذي جمعنا بهذه الكوكبة من العلماء ومن طلاب العلم، ونرجو منكم أيها الإخوان أن تتمسكوا بالدين وتتمسكوا بشيخكم الشيخ أبو بكر، فإنكم لو طفتم الهند لم تتحصلوا على رجل مجاهد
بالعلم مثل الشيخ أبو بكر. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന കാന്തപുരം വിദേശ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന വിപുലമായ മൗലിദ് സദസ്സുകളിലും നിറസാന്നിധ്യമാണ്. UAE-യിലെ ഔക്കാഫ് മന്ത്രിയും ആദരണീയ പണ്ഡിതനുമായിരുന്ന മർഹൂം ഷെയ്ഖ് മുഹമ്മദ് ഖസ്റജി, ആ ഷെയ്ഖ് ഖസ്റജി മരണപ്പെടുന്നതുവരെ സ്വന്തം വീട്ടിൽ വർഷം തോറും വിപുലമായ മൗലിദ് സദസ്സ് ഒരുക്കാറുണ്ടായിരുന്നു. പിതാവിന്റെ മരണശേഷം ഇപ്പോൾ വിപുലമായ ആ മൗലിദ് സദസ്സ് സംഘടിപ്പിക്കുന്നത് ഖസ്റജിയുടെ പുത്രൻ ഷെയ്ഖ് അഹമ്മദ് ഖസ്റജിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ആ മൗലിദ് സദസ്സിലേക്ക് ക്ഷണിക്കുമ്പോൾ എല്ലാ വർഷവും ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കുന്നത് ഷെയ്ഖുന കാന്തപുരത്തെയാണ്. سرى نور النبوة في أسارير غررهم البهية وبدر بدره في جبين جده عبد المطلب وابنه عبد الله. عطر اللهم قبره الكريم وزد وبارك عليه. ولما أراد الله تعالى إبراز حقيقته المحمدية وإظهاره جسما وروحا بصورته ومعناه، يتقدم مولانا سيدنا الأستاذ سيدي أحمد الدكتور إلى هنا. شيخ أبو بكر تفضل. ومن كل قطر يأتي ليكسو فضيلة الدكتور الشيخ راشد. الشيخ أبو بكر تفضل. من ابن الشيخ الفاتح السيد أنس. تفضل سيد أنس، تفضل يا سيدي. هنا تفضلوا، افتحوا. وهذه نعم يعني هذه كسوة، ما هي كسوة، هذه بردة من رسول الله صلى الله عليه وسلم. وسوف نعم هذه من رسول الله ومن مكة ومن أرض الحجاز، فإن شاء الله نبارك. ولكن حينما يلبسها نكبر، لأنهم إن شاء الله المحبين يكبرون الله على كل شرف، وهذا هو الشرف وهذا هو العيد. الله أكبر، كبروا. الله أكبر، الله أكبر، أكبر، الله أكبر. مولاي صل وسلم دائما على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث العميم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا نفس لا تقنطي من زلة عظمت، إن الكبائر في الغفران كلمت. 2010 സെപ്റ്റംബറിൽ ജോർദാനിലെ ദ റോയൽ ആലുബൈത്ത് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പരിസ്ഥിതി സമ്മേളനത്തിൽ ഇസ്ലാമും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിച്ചതും ഷെയ്ഖുന കാന്തപുരമാണ്. ഈയടുത്ത് ദോഹ ഷെറാട്ടൺ ഹോട്ടലിൽ നടന്ന ലോക മതസംവാദത്തിൽ ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ഒരേ ഒരു മുസ്ലിം പണ്ഡിതൻ, അതും കാന്തപുരമാണ്. ഇന്ത്യയും അറബ് രാഷ്ട്രവും തമ്മിൽ ഏറ്റവും അധികം സൗഹൃദം സ്ഥാപിച്ചതിനുള്ള ഇന്തോ അറബ് അവാർഡ് UAE വ്യവസായ വകുപ്പ് സെക്രട്ടറി ഹമദ് അല്ലാഹിരി സമ്മാനിച്ചതും ഷെയ്ഖുന കാന്തപുരത്തിനാണ്. ലോക മുസ്ലിങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ 500 മുസ്ലിം പ്രമുഖരെ പരിചയപ്പെടുത്തി അമേരിക്കയിലെ ജോർജ് ടൗൺ സർവകലാശാല പുറത്തിറക്കിയ
The 500 Most Influential Muslims 2009 എന്ന പുസ്തകത്തിന്റെ 114-ാം പേജിൽ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരേ ഒരു മുസ്ലിം മതപണ്ഡിതൻ അത് ശൈഖുന കാന്തപുരത്തെയാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിക്കുള്ള ഇസ്ലാമിക് ഹെറിറ്റേജ് അവാർഡ് 2008 ന്യൂഡൽഹിയിൽ വെച്ച് കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ് മന്ത്രി ശ്രീ വയലാർ രവിയിൽ നിന്നും ഏറ്റുവാങ്ങിയതും ശൈഖുന കാന്തപുരമാണ്. Thank you. The accompanying cash award is presented by Dr. Mufti Mukarram Ahmed, Shahi Imam, Masjid Fatehpuri, Delhi, to Sheikh Abu Bakr Ahmed. Thanks a lot. We kindly request the dignitaries back their seats, please. 2.5 million Indian rupees. Sheikh Abu Bakr Ahmed, the first ever recipient of this award, has asked us to announce that he would like to donate 200,000 Indian rupees for those who martyred for the cause of this great nation during the last assault on one of our great cities, the Mumbai. Major Hemant Kakure, Major Sandeep Unnikrishnan, Vijay Salaska, and Ashok Kamte for their bereaved, for their mourning families, and it shows his respect and the patriotism in the blood of every single Indian. Thank you for that, sir. Now I call upon Sheikh Abu Bakr Ahmed to hand in the check. Thank you. ഇനി ആ കാന്തപുരത്തെ ഇന്ത്യയുടെ മണ്ണിൽ അടുത്തെറിഞ്ഞവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് സന്തോഷത്തോടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും സ്വീകരിക്കുന്നു ശൈഖുന കാന്തപുരത്തെ. ഇത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സ്നേഹാദരവുകളോടെ മുൻ രാഷ്ട്രപതിയും സ്വീകരിക്കുന്നു ശൈഖുന കാന്തപുരത്തെ. ഇത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി അദ്ദേഹവും സ്വീകരിക്കുന്നു കാന്തപുരം ഉസ്താദിനെ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീമാൻ AK ആന്റണി ആവേശത്തോടെ എത്തുന്നു കാന്തപുരം ഉസ്താദിന്റെ അടുക്കലേക്ക്. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി കപിൽ സിബിൽ അദ്ദേഹവും എത്തുന്നു കാന്തപുരം ഉസ്താദിനെ കാണാൻ. കേന്ദ്രമന്ത്രിയായ E അഹമ്മദ് സാഹിബിനും അറിയാം കാന്തപുരം ഉസ്താദ് ആരാണെന്നോ. هديتنا وهب لنا من رحمتك الميعاد ربنا تقبل دعانا انك انت السميع العليم وعلينا انك انت التواب الرحيم. ബഹുമാനനായ അധ്യക്ഷൻ ഫസൽ പൂക്കോയ തങ്ങൾ അവരുടെ, എൻ്റെ ബഹുമാനനായ സ്നേഹിതൻ ബഹുമാനനായ കാന്തപുരം JP അബൂബക്കർ മുസ്ലിയാർ അവരുടെ, ഇത് കാശ്മീർ മുൻ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സഈദ് അഭിമാനത്തോടെ എത്തുന്നു കാന്തപുരം ഉസ്താദിന്റെ അടുക്കലേക്ക്. മുൻ റെയിൽവേ വകുപ്പ് മന്ത്രി ലാലു പ്രസാദ് യാദവ് അദ്ദേഹവും വരുന്നു കാന്തപുരം ഉസ്താദിനെ കാണാൻ. ഐക്യത്തിൻ പൊന്നൂരി കോർത്തെടുത്ത്
എ പി ഉസ്താദെന്ന രാജമുത്ത് ഐക്യത്തിൻ പൊന്നൂലി കോർത്തെടുത്ത് ഖൈറുൽ ഉമ്മത്തിനെ വാർത്തെടുത്ത് ഐശ്വര്യപൂർണമായി ഭൂമുഖത്ത് എ പി ഉസ്താദെന്ന രാജമുത്ത് എ പി ഉസ്താദെന്ന രാജമുത്ത് കാലത്തിൻ ചുവരിൽ അവർ തീർത്ത് നല്ല ത്യാഗത്തിൻ നനവുള്ള മധുബൈത്ത്. Request our honorable guest Mr. Lalu Prasad ji to deliver his valuable words to this gathering of scholars and students. Thank you. Janab Abu Bakr Sahab, Vice Chancellor, Jamia Markaz Safa Sud Sunia, और General Secretary All India जमीयतुल उलमा, मैनेजमेंट के सभी सम्मानित विद्वानजन, सभी हमारे भारत के बच्चे और बच्चियों, मुझे एकाएक यहाँ आकर के काफी प्रसन्नता हुई। अपने आंखों से हमने देखा सुना। കാലത്തിൻ ചുവരിൽ അവർ തീർത്ത് നല്ല ത്യാഗത്തിൻ നനവുള്ള മധുബൈത്ത് മങ്ങാതെ മായാതെ ഈ സമാനിന്റെ മക്കൾ സൂക്ഷിക്കും നാളേക്ക് മങ്ങാതെ മായാതെ ഈ സമാനിന്റെ മക്കൾ സൂക്ഷിക്കും നാളേക്ക് ഐക്യത്തിൻ പൊന്നൂലിൽ കോർത്തെടുത്ത് ഖൈറുൽ ഉമ്മത്തിനെ വാർത്തെടുത്ത് ഐശ്വര്യപൂർണമായി ഭൂമുഖത്ത് എ പി ഉസ്താദെന്ന രാജമുത്ത് എ പി ഉസ്താദെന്ന രാജമുത്ത്. ഇനി കേന്ദ്രമന്ത്രിമാരായ ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ശ്രീ വയലാർ രവിക്കും ശ്രീ കെ വി തോമസിനും അറിയാം ആരാണ് കാന്തപുരമെന്ന്. കാശ്മീരിന്റെ കോടമൂടിയ കരിമ്പാറക്കെട്ടുകളിൽ കാട്ടാളത്വത്തിന്റെ കരങ്ങളാൽ കശക്കിയെറിയാൻ വിധിക്കപ്പെട്ട പിഞ്ചു പൈതങ്ങളെ കറപുരലാത്ത കരങ്ങളിലൂടെ കർമ്മപാതയിൽ കരുത്തരാക്കി മാറ്റിയ കാന്തപുരത്തെക്കുറിച്ച് ശ്രീ വയലാർ രവി അഭിമാനത്തോടെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. കാശ്മീരിലെ 250-300ഓളം കുട്ടികൾ എന്റെ നാട്ടിലെ മർക്കസ് എന്ന സ്ഥാപനത്തിൽ താമസിച്ച് പഠിക്കുന്നുണ്ട്. കേരളവും കാശ്മീരും രണ്ടറ്റത്താണെങ്കിലും ഞങ്ങളുടെ സ്നേഹവും സൗഹൃദവും നമ്മുടെ രക്തബന്ധവും വലുതാണ്. ആ കുട്ടികളെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളായി കാണുന്നു, ഞങ്ങളുടെ കേരളത്തിന്റെ മക്കളായി കാണുന്നു. അവർ വിദ്യാസമ്പന്നരായി തിരിച്ചു വരുമ്പോൾ അത് ഈ കാശ്മീർ താഴ്വരയ്ക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് അവിടെ പത്രക്കാരോട് ഞാൻ പറയുകയുണ്ടായി. അത് ഞാൻ പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു. അഭിമാനത്തോടെ സന്തോഷത്തോടെ കാശ്മീർ താഴ്വരയിൽ നിന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞു, നിങ്ങളുടെ മക്കളെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, അവർ ഞങ്ങളുടെ നാട്ടിൽ വിദ്യാഭ്യാസം നടത്തുന്നു പറയാൻ അവസരമുണ്ടാക്കി തന്നത് മർക്കസാണ് എന്നതിലാണ് എനിക്ക് സന്തോഷം. ഇന്ത്യയിലെ എംപിമാരായ ശ്രീ ശശി തരൂരും MI ഷാനവാസും അടക്കം എല്ലാവർക്കും അറിയാം ആരാണ് കാന്തപുരമെന്നോ. MP-യായ MI ഷാനവാസിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഈ സമുദായത്തിന് പ്രകാശമായി നിലനിൽക്കുന്ന മഹത്തായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് AP ഉസ്താദ് അവർകൾ. തൊട്ടതൊക്കെ പൊന്നാക്കി ചെല്ലുന്ന മേഖലകളിലൊക്കെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഉള്ള പ്രചാരണം നടത്തുന്നതോടൊപ്പം ഈ സമൂഹത്തെ ഒന്നായി കാണാൻ, മതവൈരി കൂടാതെ ഈ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം എത്ര ശ്ലാഘനീയമാണെന്ന് പറഞ്ഞാലും മതിയാവുകയില്ല. സർവമത മൈത്രിക്ക് വേണ്ടി
അദ്ദേഹം ഉയർത്തുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിത ശ്രേഷ്ഠമായ സമരം, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ്. ഒരു പാവപ്പെട്ട സമുദായത്തെ ഉയർത്തുവാൻ അദ്ദേഹം നടത്തിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. ഓരോ ദിവസവും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എങ്കിൽ AP ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. കണ്ണടച്ച് തുറക്കുന്നത് പോലെ വളർച്ചയാണത്. എത്രയോ ആളുകളാണ് മർക്കസിൽ വന്നു പോകുന്നത്. അത്ഭുതപ്പെട്ടു പോകും. തിരക്കിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നപ്പോൾ പൂർണ്ണ അന്ധനായ ഒരു ചെറുപ്പക്കാരൻ വരികയാണ് ജോലിക്ക് വേണ്ടി. ആ വലിയ തിരക്കിന്റെ ഇടയും ക്ഷമയോടുകൂടി കണ്ണ് കാണാത്തവന്റെ തലയിലേക്ക് തലോടി അവനെ ആശ്വസിപ്പിച്ച് അവന് പ്രതീക്ഷകൾ കൊടുത്ത് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഏൽപ്പിച്ചപ്പോൾ കാണാത്ത എപ്പോഴും ഇരുട്ട് കാണുന്ന ആ കണ്ണിലെ പ്രകാശമായി AP ഉസ്താദ് അവരുകള് മാറുന്നതിന്റെ ദൃക്സാക്ഷിയായി ഞാൻ കണ്ടു. എല്ലാത്തിനേക്കാൾ ഉയരത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന് മുഴുവൻ ഉത്തുംഗ മാതൃകയായ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശങ്ങൾ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹത്തായ കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ടീമുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, അവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, എന്തൊരു വലിയ വ്യക്തിപ്രഭാവങ്ങളാണത്. മതസ്പർദ്ധ ഉണ്ടാക്കുവാനല്ല ഉസ്താദ് പഠിപ്പിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് ശിഷ്യഗണങ്ങൾ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. 1000-കണക്കിന് പള്ളികളുടെ മെമ്പറുകളിൽ നിന്ന് വെള്ളിയാഴ്ച അവരുടെ ശബ്ദം കേൾക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും പല സ്റ്റേജുകളിൽ അവരുടെ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നു. യഥാർത്ഥ രീതിയിൽ ഈ സമൂഹത്തെ കാണുന്നു, സ്നേഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തിനെ കാണുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. എത്ര വിമർശിച്ചവരും എത്ര എതിർത്തവരും മുമ്പിൽ ചെന്നാലും സ്നേഹത്തോടുകൂടി അവരെ പരിചരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ആ മനസ്സുണ്ടല്ലോ, അതെവിടുന്ന് കിട്ടിയെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പിൻഗാമിയിൽ നിന്നും. കേരളത്തിന്റെ ഐശ്വര്യമാണ്, ഇത് വളരട്ടെ. ഞാനിതാ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു. ഹിയർ ഈസ് കാന്തപുരം AP അബൂബക്കർ ഉസ്താദ്. When comes one another, ഇതുപോലൊരാൾ എന്നവരും ഈ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യതയുള്ള ആരും ഇനി ഉണ്ടാവില്ല. അതാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം. ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കുവാനും ഈ സമൂഹത്തിന്റെ ചൈതന്യമായി ശക്തിയായി പോകുവാനും അല്ലാഹു അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കട്ടെ. ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിനോട് ചോദിക്കാം, എന്താണ് താങ്കൾക്ക് കാന്തപുരത്തെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുന്നതിനും പല പരിപാടികളിലും സഹകരിക്കുന്നതിനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ സേവനം, അത് വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും ആധ്യാത്മിക രംഗത്തും അദ്ദേഹം ചെയ്യുന്ന വലിയ സംഭാവനകൾ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ മുസ്ലിം സമുദായത്തിൻ്റെ പല വിധത്തിലുള്ള ഉന്നമനത്തിന്, മനുഷ്യ നന്മയും സമുദായ സൗഹാർദ്ദവും അതിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്, അഭിനന്ദനീയമാണ്. ഞങ്ങളൊന്ന് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ഞാൻ അധികാരത്തിലുണ്ടെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും
എല്ലാം അദ്ദേഹം ഒരേ നിലയിലാണ് അദ്ദേഹം ഞങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ളത്. ആ സ്നേഹത്തിനും വാത്സല്യത്തിനും ധാരാളം വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ എപ്പോഴും കൃതജ്ഞതയോടുകൂടി സ്മരിക്കുന്നു. ഇനിയും കേരള മുഖ്യമന്ത്രി കാന്തപുരം ഉസ്താദിനെ കുറിച്ചും ഉസ്താദിന്റെ സേവനങ്ങളെ കുറിച്ചും പ്രസംഗിക്കുന്നത് കേൾക്കൂ. ഈ മർക്കസിലെ എനിക്ക് ഇതിനു മുമ്പും പല പ്രാവശ്യം വരാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മർക്കസിന്റെ മഹത്തരമായ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും എനിക്ക് അവസരങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. മർക്കസ് കേവലം ഒരു സ്ഥാപനമല്ല, ഒരു വലിയ പ്രസ്ഥാനമാണ്. ഇപ്പോൾ അത് ദേശീയ തലത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് മാറുന്നതാണ് ഈ മാർക്സ് കേസ് പദ്ധതി. 14 സ്റ്റേറ്റുകളിൽ സ്നേഹത്തിന്റെ കരുതലിന്റെ കരങ്ങളുമായി മർക്കസ് എത്തുകയാണ്. ഇത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ആര് വിചാരിച്ചാലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവില്ല. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാൽ സാധിക്കുന്നില്ല, കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ സാധിക്കുന്നില്ല, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ കുറിച്ചൊന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുന്നു, അവരെ സഹായിക്കണമെന്നുള്ളൊരു മനോഭാവം നമ്മളിലുണ്ടാകുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന പരിമിതമായ കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധമാകുന്നു. അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന മാറ്റം എത്ര വലുതായിരിക്കും. സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനുമുള്ള വലിയ മനസ്സോട് കൂടിയിട്ടുള്ളൊരു സമൂഹം, അങ്ങനൊരു സമൂഹമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മാർക്സ് ഇന്ന് മാർക്സ് ഇപ്പം തുടങ്ങി വെക്കുന്ന വലിയ പ്രസ്ഥാനം അത് വളർന്ന് വലുതായി ആ സ്നേഹത്തിന്റെ കരങ്ങൾ നമ്മുടെ സമൂഹത്തിനാകെ പ്രയോജനകരവും ആവേശകരവും ആയിത്തീരട്ടെ. അത് നമ്മുടെ സമൂഹത്തിന്റെ ആത്മവിശ്വാസം വളർത്തട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഉസ്താദിന്റെ പ്രവർത്തന കഴിവുകളെ കുറിച്ചൊന്നും ഞാനിവിടെ വെച്ച് പറയുന്നില്ല. അദ്ദേഹം തൊട്ടതെല്ലാം വിജയിപ്പിച്ചുകൊണ്ട് തുടങ്ങിയതെല്ലാം വലിയ പ്രസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് വിജയത്തിന്റെ പതാക ഉയർത്തിയ അദ്ദേഹത്തിന് ഈ മാർക്സ് കേസ് പദ്ധതിയും വലിയ ഒന്നാക്കി മാറ്റാൻ, രാജ്യത്തോടൊപ്പം ജനങ്ങളോടൊപ്പം എന്ന ആ ഒരു ആപ്തവാക്യത്തോടുകൂടി ഇത് ഒരു വലിയ വിജയമാക്കി തീർക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇതൊരു വലിയ ആശയമാണ്. ഇതിന്റെ പ്രതികരണം, അതിന്റെ പ്രസക്തി വളരെ വലുതാണ്. അത് ഇന്നിപ്പോ 14 സംസ്ഥാനങ്ങളിൽ, അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കടന്നു ചെല്ലും ചെല്ലുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. മുസ്ലിം ലീഗ് അധ്യക്ഷനായിരുന്ന മർഹൂം പാണക്കാട് തങ്ങളും അടുത്തെറിഞ്ഞു ശൈഖുന കാന്തപുരത്തെ.
ഇനി മുൻ കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ കൊടിയേരി ബാലകൃഷ്ണൻ സാറിനോട് ചോദിക്കാം, എന്താണ് കാന്തപുരത്തെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? മർക്കസ് എന്ന സ്ഥാപനം പടുത്തുയർത്തുന്നതിനും ധാരാളം പേരെ മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനും മതപഠനം ചെയ്യിക്കുന്നതിലുമെല്ലാം അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേതൃത്വപരമായ പങ്കാണ് കഴിഞ്ഞ കാലത്തൊക്കെ വഹിച്ചു വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് വലിയൊരു ശിഷ്യസമ്പത്തിനെ നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. ദേശീയ തലത്തിലും ഇന്ന് മുസ്ലിം ലോകത്തും അദ്ദേഹം വളരെയധികം അംഗീകാരം നേടുകയും അറബ് രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് വളരെയധികം അനുയായികളെ സൃഷ്ടിക്കുവാനും അദ്ദേഹത്തിൻ്റെ വാഗ് വൈഭവവും അദ്ദേഹത്തിൻ്റെ വിവിധ ഭാഷാ പാണ്ഡിത്യവും കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മതപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, പണ്ഡിതോചിതമായി സ്വീകരിക്കുന്ന നിലപാട്, ഇതിനെല്ലാം ഫലമായിട്ട് മറ്റ് പലരിൽ നിന്നും അദ്ദേഹത്തെ വേർതിരിച്ചു നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഏറ്റവും നല്ല ഒരു സംഘാടകൻ കൂടിയാണ് ശ്രീ അബൂബക്കർ മുസ്ലിയാർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അത്തരത്തിലൊരു സംഘടനാ കഴിവ് കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് മർക്കസിനെ ഇത്തരം ഒരു ഉയരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. അത്തരത്തിലുള്ള അനിതര സാധാരണമായൊരു സംഘടനാ പാടവം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനം വഴി തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ പലപ്പോഴും മതപരമായിട്ടുള്ള വൈര്യങ്ങൾ ഉടലെടുക്കുമ്പോഴും സാമുദായികമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴും വർഗീയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴും മതസൗഹാർദ്ദത്തിന് വേണ്ടി രംഗത്തിറങ്ങുവാൻ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എപ്പോഴും നേതൃത്വപരമായ പങ്ക് വഹിച്ച് ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം അനുയായികളുള്ള ഒരു സ്ഥാപനത്തെയും ഒരു സംവിധാനത്തെയും ഉണ്ടാക്കാൻ സാധിച്ച ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് കേരളത്തിൻ്റെ പൊതുപുരോഗതിയിലും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുവാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും സാധിക്കട്ടെ എന്നീ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ അച്യുതാനന്ദൻ സാറിനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവ് ശ്രീ പിണറായി വിജയനും അറിയാം ആരാണ് കാന്തപുരമെന്ന്. കേരള വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദിനും ആവേശത്തോടെ പറയാനുള്ളത് കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ്. അംഗീകരിക്കാത്തവരൊക്കെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ഇതിനുണ്ടായി എന്നത് ഏറ്റവും നല്ല ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിം സംഘടനകൾ ഇന്നല്ലെങ്കിൽ നാളെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അണിനിരന്ന് ഒറ്റക്കെട്ടായി മുസ്ലിമീങ്ങൾ കേരളത്തിൽ മുന്നോട്ടു പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഒരുമിച്ച് നിർത്തി ഒന്നിച്ച് ഒരേ കൂട്ടായ്മയോടുകൂടി കൊണ്ടുപോകാനുള്ള ശ്രമം ഉസ്താദിന്റെ ഭാഗത്ത് നിന്നുണ്ട്. അള്ളാഹു അതിനനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആണ്ടിലും എന്നല്ല ഞാൻ പറയുന്നത്, ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും വളർന്നു വരുന്ന പ്രസ്ഥാനമാണ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം എന്നുള്ളതിൽ എനിക്ക് സംശയവുമില്ല. ഇതിനെല്ലാ വിധത്തിലുള്ള വിജയം കൈവരിക്കാനും കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനും ഉസ്താദിന് കഴിയട്ടെ. കേരള സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ MK മുനീർ സാഹിബ് പറയട്ടെ കാന്തപുരം ഉസ്താദിനെ കുറിച്ച്. ബഹുമാന്യനായ ഉസ്താദ് ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവറുകളെ, ബഹുമാനപ്പെട്ട സി ഫൈസി അവറുകളെ, ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്, ശ്രീ ചാറ്റർജി,
വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർക്കസ് അതിൻ്റെ ശ്രേയമായ മറ്റൊരു കാൽവെപ്പിലേക്ക് കടക്കുകയാണ്. മർക്കസ് കേസ് എന്ന് പറയുന്ന സാമൂഹ്യ മേഖലയിൽ സുരക്ഷിതത്വം ആവശ്യമുള്ള, ക്ഷേമം ആവശ്യപ്പെടുന്ന ഏറ്റവും അടിത്തട്ടിലെ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടികൾ ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട്. കാരണം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് എല്ലാ സമൂഹങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി പൊതുസമൂഹത്തിന്റെ പിന്തുണ ആർജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് മർക്കസ് ഇതുപോലെയുള്ളൊരു പ്രവൃത്തിയുമായി മുന്നോട്ട് വരുന്നത്. കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനും പറയാനുള്ളത് കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ്. ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശൈഖുന AP കാന്തപുരം ഉസ്താദ് അവർകളെ, വേദിയിലുള്ള ബഹുമാന്യനായ സ്ഥലം MLA PTA റഹീം സാഹിബ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ മുഹമ്മദ് ഫൈസി ഉസ്താദ്, ഡോക്ടർ അബ്ദുൽ ഹക്കീം അൽ അസ്ഹരി, മറ്റു വേദിയിലുള്ള പ്രമുഖരായ പണ്ഡിതന്മാരെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഉസ്താദുമാരെ, വിദ്യാർത്ഥികൾ, ഞാൻ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. ഈ സ്ഥാപനത്തിൽ ഇതിനു മുമ്പും നിരവധി പ്രാവശ്യം വരാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് മന്ത്രിയായപ്പോഴും MLA ആയപ്പോഴും അതിനു മുമ്പുമൊക്കെ വരാനുള്ള ഒരവസരം ലഭിച്ചിട്ടുള്ള ഭാഗ്യവാനാണ് ഞാൻ. ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി, ബഹുമാന്യനായ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ഊർജ്ജസ്വലനായ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതുപോലെ ഇന്ന് മർക്കസിന്റെ പ്രസക്തി ദേശീയമായി വ്യാപിച്ചിരിക്കുക. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി അനാഥരെയും അഗതികളെയും വിദ്യാഭ്യാസത്തിന്റെ പന്താവിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന മഹാപ്രസ്ഥാനമായി, മഹാചാലക ശക്തിയായി ആദരണീയനായ ഉസ്താദ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അനാഥരെയും അഗതികളെയും സംരക്ഷിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തിന് വളരെയധികം വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും മുന്നേറ്റം നൽകുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിനും അതേപോലെ തന്നെ ആദരണീയനായ ഉസ്താദിനും എന്നോട് ബഹുമാന്യനായ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി അഹമ്മദ് സാഹിബ് ഒരു കാര്യം അറിയിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദരണീയനായ ഉസ്താദ് നടത്തുന്ന, ഇന്ത്യ രാജ്യത്ത് നടത്തുന്ന എല്ലാ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനതിവിടെ അറിയിക്കും. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിരവധി ആളുകളുണ്ട്. ആദരണീയനും ബഹുമാന്യനായ ഖലീൽ തങ്ങൾ ഉൾപ്പെടെ ഈ വേദിയിൽ ഇരിക്കുന്ന നിരവധി ആളുകൾ നിങ്ങളെ അഭിസംബോധന ചെയ്യാനിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊരു ധന്യമുഹൂർത്തമാണ്. മുഖ്യമന്ത്രി ഇവിടെ വന്ന് എല്ലാവിധ സഹായങ്ങളും, കേരളത്തിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും, അതേപോലെ തന്നെ ഡോക്ടർ MK മുനീർ,
അദ്ദേഹം സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ പിന്തുണയൊക്കെ അറിയിച്ചു. ഉസ്താദ് ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് ചെയ്യേണ്ട ജോലികളും കോഴിക്കോട് നഗരിയിൽ ചെയ്യേണ്ട ജോലികളും ഏൽപ്പിച്ചു. ഈ വരുന്ന 20-ാം തീയതി ഡോക്ടർ MK മുനീർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ എല്ലാം എൻ്റെ ചേംബറിൽ വിളിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ചെയ്ത് അത് പ്രാവർത്തികമാക്കാൻ അതും കൂടി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മർക്കസിന് എല്ലാവിധ നന്മകളും സർവശക്തനായ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഇനി മുസ്ലിം ലീഗ് നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്കാം കാന്തപുരം ഉസ്താദിനെ കുറിച്ച്. മർക്കസ് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഇറക്കിയ സ്ഥാപനമാണ്, യാതൊരു സംശയവുമില്ല. അവരുടെ കോൺട്രിബ്യൂഷൻ, അതിന്റെ സംഭാവന വലുതന്നെയാണ്. മാത്രമല്ല അനവധി ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുമുണ്ട്. ഞങ്ങളതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിൽക്ക് സുന്നികൾ തന്നെയാണ്. ഞാൻ സുന്നിയാണ്, സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പ്രവർത്തനങ്ങളെയും രീതികളൊക്കെ എങ്ങനെയാണ്? വ്യക്തിപരമായി അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അതുപോലെ തന്നെ അദ്ദേഹം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനിയും ആ സുഹൃത്ത് ബന്ധം, വ്യക്തിപരമായ സുഹൃത്ത് ബന്ധം മാത്രമായി വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് സമൂഹത്തിന് പ്രയോജനപ്പെടാന്നുണ്ടെങ്കിൽ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം ഒഴിവാകണം എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്ന ഒരാളുമാണ്. മുസ്ലിം ലീഗ് നേതാവും MLA-യുമായ C മോയിൻകുട്ടിക്കും പറയാനുള്ളത് കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ്. ഈ ധന്യ മുഹൂർത്തത്തിൽ വളരെ പരിമിതമായ 2 വാക്കിലൂടെ ഞാൻ ആശംസകൾ നേരാൻ ആഗ്രഹിക്കുന്നത്, സംശയം വേണ്ട, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് തന്നെ. സംശയം വേണ്ട, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് തന്നെ. സംശയം വേണ്ട, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് തന്നെ. കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്താഗതികൾക്കൊക്കെ അതീതമായി ഒട്ടേറെ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന ഈ പൂനൂരിന്റെ മണ്ണിൽ മഹാനായ പണ്ഡിതൻ കാന്തപുരം ഉസ്താദിനെ നമ്മൾ നെഞ്ചേറ്റുകയാണ്, നമ്മൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു മഹാപ്രസ്ഥാനം നട്ടു നനച്ച് പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി കേരളത്തിലകത്തും പുറത്തും ദേശീയ അന്തർദേശീയ തലങ്ങളിലും ഉയർന്നു നിൽക്കുകയാണ്. അതിന്റെ മഹാരഥനായ സാരഥിക്ക് നമ്മൾ നൽകുന്ന ഈ വരവേൽപ്പ് ഈ പ്രദേശം കൂടി ആദരിക്കപ്പെടുക തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അനൽപമായ സന്തോഷമാണുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ജീവകാരുണ്യ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത് നിഖില മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെ ആദരിക്കുന്ന കാര്യത്തിൽ തീർച്ചയായും ഒരുപാട് സന്തോഷം തന്നെയാണുള്ളത് എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മുൻ കേരള ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ NK പ്രേമചന്ദ്രൻ സാറിനോട് ചോദിക്കാം കാന്തപുരം ആരാണെന്നോ. ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവറുകൾ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന മത നേതൃത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്നതിനെ സംബന്ധിച്ച് സമൂഹത്തെ പഠിപ്പിക്കുന്നതിനും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട അഭിവന്ദനായിട്ടുള്ള കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഒരു സമൂഹത്തെ പഠിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവറുകളുടെ നേതൃത്വത്തിൽ കേരളത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും രാജ്യാന്തര രംഗത്തും ശ്രദ്ധേയനായിട്ടുള്ള ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ അംഗീകാരം സിദ്ധിച്ചിട്ടുള്ള കേരളത്തിലെ
പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട അഭിനന്ദനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ. കോൺഗ്രസിന്റെ സമുന്നത നേതാവായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കൂ. തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന അനിഷേധ്യനായ ഒരു മതപുരോഹിതനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം മതേതരത്വത്തിന്റെ ഉജ്ജ്വലമായ വസ്തുതകൾ നിറഞ്ഞ സമീപനമാണ്. കാന്തപുരം ഉസ്താദ് എടുക്കുന്ന തീരുമാനം മത തീവ്രവാദത്തിനും അസഹിഷ്ണുതയ്ക്കുമെതിരെയുള്ള സിംഹഗർജനമായിട്ടാണ് ഞാനതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർഗീയത വളർന്നു വരുന്നു. കാന്തപുരം ഉസ്താദിന് രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും അടുത്തയാള് എന്നുണ്ടെങ്കിൽ അത് വർഗീയത അദ്ദേഹത്തിന്റെ മനസ്സിലോ പ്രവൃത്തിയിലോ ഇല്ല എന്ന് മറ്റാരേക്കാൾ കൂടുതൽ എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. ഇനി BJP നേതാവ് ശ്രീ ശ്രീധരൻപിള്ള പറയട്ടെ, ആരാണ് കാന്തപുരമെന്ന്. എനിക്ക് കാന്തപുരത്തോടുള്ള മറ്റൊരു യോജിപ്പ്, ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് കേരളത്തിൽ തീവ്രവാദത്തോട് ബന്ധപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തീവ്രവാദം അപകടകരമാണ്, ഈ ചെറുപ്പക്കാരുടെ പോക്ക് അപകടകരമാണെന്ന് തുറന്നു പറയാൻ അവസരം ലഭിച്ച, തുറന്ന് ആദ്യമായി പറഞ്ഞ പണ്ഡിതനായും ഞാൻ ശ്രീ കാന്തപുരത്തെ കാണുകയാണ്. അതെ, മാനവികതയെ ഉണർത്തുക എന്ന മുദ്രാവാക്യമാണ് കാന്തപുരത്തിന് എവിടെയും എപ്പോഴും പറയാനുള്ളത്. അത് തന്നെയാണ് ലക്ഷക്കണക്കിന് അനുയായികൾക്കും കാന്തപുരം പഠിപ്പിച്ചു കൊടുക്കുന്നതും. മുസ്ലിംകളാകുന്നു, ഇസ്ലാമിന്റെ തത്വസംഹിതകളിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നു. രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നതാണ്. എല്ലാതരം ഭീകര വർഗീയ ചിന്തകളെയും ഞങ്ങൾ നിസ്സങ്കോചം തള്ളിക്കളയുന്നു. വിധ്വംസക ശക്തികൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾ വിധേയപ്പെടുകയില്ല. ഇസ്ലാമിന്റെ പേരിൽ ഭീകരത പ്രചരിപ്പിക്കുന്നവരെ ഞങ്ങൾ നിരാകരിക്കുന്നു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന വിഘടന വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ ഞങ്ങൾ സദാ ജാഗരൂകരായിരിക്കും. മനുഷ്യന്റെ സ്വസ്ഥതക്കും സമാധാനത്തിനും മേൽ കടന്നാക്രമണം നടത്തുന്ന തീവ്രവാദ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനത്തിന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹുവിനെയും അവന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സാക്ഷി നിർത്തിയാണ് ഞങ്ങൾ ഈ പ്രതിജ്ഞയെടുക്കുന്നത്. കലാപകലുഷിതമായ കാശ്മീരിലാണെങ്കിലും കാന്തപുരത്തിന് പറയാനുള്ളത് ഒന്നു മാത്രം, മാനവികതയെ ഉണർത്തുക. टेररिज्म मुसलमान से बहुत दूर है, इसलिए मुसलमान हुजूर अकरम सल्लल्लाहु अलैहि वसल्लम का इत्तिबा और पैरवी करने वाला। हुजूर के बारे में कुरान का इरशाद है, फबिमा रहमतिम मिनल्लाहि लिंत लहुम वलौ कुन्त फल्लन गलीज़ल क़ल्बि
लमफल्लू मिन हौलिक, अये महबूब आप टेररिस्ट नहीं है, आप तो दहशतगर्दी का पसंद करने वाला नहीं है, लेकिन आपने इंसानियत की कीमत लोगों को पढ़ाने वाला है, नरमी से लोगों से वाबस्ता रखने वाला है। इसलिए इस्लाम में बहुत लोग दाखिल हुआ। अगर आप टेररिस्ट हो तो दहशतगर्दी का काम करने वाला हो तो लोग आपके सामने नहीं आए थे। ये तो कुरान का इरशाद है। अल्हम्दुलिल्लाह ये इरशाद की बहुत बड़ी अलामत है हमारी एक मजलिस। അതെ, മാനവികതയെ ഉണർത്തുക എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യയുടെ ശിരസായ കലാപകലുഷിതമായ കാശ്മീരിന്റെ കോടമൂടിയ കരിമ്പാറക്കെട്ടുകൾക്കിടയിലൂടെ സഞ്ചരിച്ച കാന്തപുരത്തെ കാശ്മീരി ജനത ആവേശത്തോടെ വരവേൽക്കുന്നത് കാണൂ. സുരങ്കോട്ട് പട്ടണത്തിൽ നടന്ന സ്വീകരണത്തിൽ നിന്ന് उधर ही जाते ना, फिर तो आ रहा है, इसलिए ना जाए। अच्छा अंदर जाए। शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब। കഷ്ടതയനുഭവിക്കുന്ന കുഷ്ഠരോഗികൾക്കും പ്രാർത്ഥിക്കാനുള്ളത് കാന്തപുരം ഉസ്താദിന്റെ ദീർഘായുസ്സിനു വേണ്ടി